നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, CPM-ഉം BJP-യും ഒരുമിച്ച് മത്സരിക്കാൻ തീരുമാനിക്കുന്നു എന്ന്. അപ്പോൾ സ്വാഭാവികം CPI വിട്ടുപോകും, പോട്ടെന്ന് വയ്ക്കും, മറ്റ് ചെറുകിട കക്ഷികളൊക്കെ ഉപേക്ഷിക്കും. അങ്ങനെ 140 സീറ്റിൽ ഒരു 115-20 സീറ്റിൽ CPM-ഉം 15-20 സീറ്റിൽ BJP-യും ഒരുമിച്ച് മത്സരിച്ചാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? വലിയ തോതിൽ ഈ സഖ്യം ജയിക്കും. CPM-ന്റെ അടിസ്ഥാന വോട്ടും BJP-യുടെ അടിസ്ഥാന വോട്ടും ചേർക്കുമ്പോൾ ഏതാണ്ട് 50%. 50% ഒന്നും വേണ്ട, 40-45% കിട്ടിയാൽ പോലും വിജയിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ പരസ്യമായ ഒരു സഖ്യം ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. BJP-ക്ക് 15-20 സീറ്റ് കൊടുത്താൽ അത് ജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന് CPM-ന് അറിയാം. CPM-ഉം BJP-യും ഒരുമിച്ച് നിന്നാൽ ഇന്നലെ വരെ ബഹളം വെച്ചവർക്ക് ഒരുമിച്ച് നിന്ന് വോട്ട് ചെയ്താൽ അവർക്ക് ഇവിടുത്തെ വലിയ തോതിൽ വോട്ട് ശേഖരിക്കാൻ കഴിയും എന്ന് മാത്രമല്ല, ആ സഖ്യത്തിലേക്ക് കേരള കോൺഗ്രസിനെ നിലനിർത്തുകയും ചെയ്യാം. അപ്പോൾ ക്രിസ്ത്യൻ വോട്ടും ഉറപ്പിക്കും. അതായത് കേരള കോൺഗ്രസും CPM-ഉം BJP-യും ചേർന്നുള്ള സഖ്യം. കേരള കോൺഗ്രസിന് ഇപ്പോൾ തന്നെ ഒരു BJP ബാന്ധവ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസും CPM-ഉം BJP-യും ഒരുമിച്ച് നിന്നാൽ അവർക്ക് വിജയം അനായാസം നേടാം. ബാക്കി പ്രതിപക്ഷ പാർട്ടികളെല്ലാം, ചെറുകിട പാർട്ടികൾ അപ്രസക്തമാവും. കോൺഗ്രസും ലീഗും CPI അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് നിന്ന് എത്ര പോരാടിയാലും CPM-BJP സഖ്യത്തെ തോൽപ്പിക്കാൻ കഴിയില്ല. 10-15% വോട്ടുള്ള BJP സഖ്യം CPM-നൊപ്പം ചേർന്നാൽ സ്വാഭാവികമായും CPM സഖ്യത്തിനായിരിക്കും വിജയം. CPM-ഉം കോൺഗ്രസും കഴിഞ്ഞാൽ ഏറ്റവും അധികം അണികളുള്ള പാർട്ടി BJP ആണ് എന്ന് മറക്കരുത്. ഇനി പരസ്യമായ ഒരു സഖ്യം അത്ര എളുപ്പമായി വരില്ല. അതിന് ചില നൂലാമാലകളോടൊക്കെ പതിയെ അത് സാധ്യമാകും. പക്ഷെ അത്ര എളുപ്പമായി വരില്ല. അങ്ങനെയെങ്കിൽ രഹസ്യ സഖ്യമാവാം. പരസ്യമായി CPM ഒരുമിച്ച് നിൽക്കുന്നു, ചില കക്ഷികളെയൊക്കെ തള്ളുന്നു, എന്നാൽ രഹസ്യമായി അവർ തമ്മിൽ ധാരണയിലെത്തുന്നു. ചിലയിടങ്ങളിൽ CPM-നെ BJP സഹായിക്കുന്നു, ചിലയിടങ്ങളിൽ BJP-യെ CPM സഹായിക്കുന്നു. അത്തരമൊരു ധാരണ വന്നാൽ അനായാസമായി മുമ്പ് പറഞ്ഞതുപോലെ സംഭവിക്കാം. മുസ്ലിം ഭൂരിപക്ഷ ജമ്മു കാശ്മീരിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് BJP-യുടെ സഖ്യമുണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ മോദി വിരുദ്ധ, BJP വിരുദ്ധ, ഫാസിസ്റ്റ് വിരുദ്ധ പാർട്ടി എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിനെ BJP മന്ത്രിസഭയുടെ ഭാഗമാവാൻ കഴിയുമെങ്കിൽ CPM-നും അത് സാധിക്കും. CPM-നെ പോലെ ഇലാസ്റ്റിക് പോലെ വഴങ്ങുന്ന ഒരു പാർട്ടിക്ക് എന്തും സാധ്യമാണ്. ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് ആരും കൈയൊഴിയേണ്ട. പിണറായി വിജയനെ പോലെ തന്ത്രജ്ഞനായ ഒരു നേതാവിന് ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ ഏതറ്റം വരെ പോകാൻ അറിയാം. അതിനനുസൃതമായി ഈ പാർട്ടിയെ മാറ്റിയെടുക്കാൻ അറിയാം. അതിനനുസൃതമായി ഇവിടുത്തെ സാധാരണക്കാരായ പാർട്ടിക്കാരെ പരുവപ്പെടുത്തിയെടുക്കാൻ അറിയാം. എന്തും സംഭവിക്കും. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ പരസ്യമായോ രഹസ്യമായോ BJP-യും CPM-ഉം ഒരു സഖ്യമുണ്ടാക്കുകയും പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി കസേരയിൽ എത്തുകയും ചെയ്താൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ സമയമായിട്ടില്ല.